ഹമാസുമായി വെടിനിർത്തൽ കരാർ ഒപ്പിട്ടു. ഈ അവസരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ഹമാസ് ഒരു സൂയിസൈഡ് സ്ക്വാഡാണ്. അവരുടെ സൂയിസൈഡ് പോയിന്റ് ആണ് ഗാസ. 90-ൽ താഴെ ഇസ്രയേലികൾ മാത്രമാണ് ഹമാസിന്റെ പിടിയിലുള്ളത്. അവരുടെ മോചനത്തിനായി നെതന്യാഹു ഒത്തുതീർപ്പിന് തയ്യാറായത് സ്വന്തം ജനതയുടെ ജീവനും ജീവിതവും ഇസ്രയേൽ അത്രമേൽ മൂല്യം കൽപ്പിക്കുന്നതിനാലാണ്. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം AK-47 താഴെ വയ്ക്കുന്ന ആ നിമിഷം പാലസ്തീൻ രാഷ്ട്രം ഉദയം ചെയ്യും എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സ്വന്തം പൗരന്റെ ജീവന് രാഷ്ട്രത്തോളം വില കൽപ്പിക്കുന്ന ആധുനിക ജനാധിപത്യം. ഇസ്രയേൽ ഹമാസുമായി വെടിനിർത്തൽ കരാർ ഒപ്പിടാനുള്ള ഏക കാരണവും ഇതുതന്നെയാണ്. പരിഷ്കൃത രാജ്യങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അവരുടെ ജനതയുടെ സുരക്ഷയ്ക്കാണ്. അപകടത്തിൽപ്പെട്ട പൗരന്മാരുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രയേലും ഏതറ്റം വരെയും പോയിരിക്കും. എന്തെന്നാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ജൈവ സ്വത്വമാണ് പൗരൻ. അതേസമയം സ്വന്തം ജനതയുടെ വയറ്റത്ത് ബോംബും സ്ഫോടക വസ്തുക്കളും കെട്ടിവെച്ച് അവരെ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് പൊട്ടിത്തെറിക്കാൻ പറഞ്ഞുവിടുന്ന ഹമാസിനെ പോലുള്ള ഭീകര കൂട്ടങ്ങൾക്ക് മനുഷ്യൻ എന്നത് മറ്റു മനുഷ്യരുടെ ജീവൻ എടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. 47,000 പേരാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണിത്. കൊല്ലപ്പെട്ട ഹമാസ് ഭീകരരെയും ഈ മരണസംഖ്യയിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മിനിമം 20,000 ഹമാസ് തീവ്രവാദികളെങ്കിലും ഇസ്രയേൽ ആക്രമണത്തിൽ തട്ടിപ്പോയിട്ടുണ്ട്. ഗാസയിലെ 2.5 ലക്ഷം ജനങ്ങളും യുദ്ധത്തിൽ മരണപ്പെട്ടാലും ഹമാസിന് ഒരു കുണ്ഠിതവും ഉണ്ടാകാൻ പോകുന്നില്ല. MDMA-യേക്കാൾ അപകടകരമായ മതലഹരി നുണഞ്ഞുകൊണ്ട് മസ്തിഷ്ക പ്രാശാളനത്തിന് വിധേയരായ ഭീകര സംഘടനകൾക്ക് മരണം സ്വർഗത്തിലേക്കുള്ള ഒരു ലിഫ്റ്റ് മാത്രമാണ്. ജൂതനോടുള്ള പോരാട്ടത്തിൽ ഷഹിദായാൽ സ്വർഗത്തിൽ അടിപൊളി ആഭാസ ലൈഫ് എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നടക്കുന്ന മരമണ്ടന്മാർക്ക് കൊല്ലപ്പെടുന്നതൊരു പ്രശ്നമേ അല്ല. ഹമാസ് ഒരു സൂയിസൈഡ് സ്ക്വാഡാണ്. അവരുടെ സൂയിസൈഡ് പോയിന്റ് ആണ് ഗാസ. 90-ൽ താഴെ ഇസ്രയേലികൾ മാത്രമാണ് ഹമാസിന്റെ പിടിയിലുള്ളത്. അവരുടെ മോചനത്തിനായി നെതന്യാഹു ഒത്തുതീർപ്പിന് തയ്യാറായത് സ്വന്തം ജനതയുടെ ജീവനും ജീവിതവും ഇസ്രയേൽ അത്രമേൽ മൂല്യം കൽപ്പിക്കുന്നതിനാലാണ്. അടുത്തെങ്ങും മനുഷ്യവാസം സാധ്യമാകാത്ത ശ്മശാന ഭൂമിയായി ഗാസ മാറിയിരിക്കുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ കൊട്ടാരത്തിൽ കയറി ഇസ്മയിലി ഹാനിയയെ മൊസാദ് തീർത്തു. മീഡിയ വണ്ണിന്റെ ആശയവും ആവേശവുമായിരുന്ന സിൽവാറിനെ IDF കാലപുരിക്കയച്ചു. സർവനാശം സംഭവിച്ചാലും ഭീകര സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തും. അവർക്ക് ഭൂമിയിലെ ജീവിതവും മരണവും ഒരു പ്രശ്നമേ അല്ല. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടും. പ്രൊജക്ടൈൽസിന്റെ ട്രാജക്ടറി കണ്ടെത്തി ഇസ്രയേൽ തിരിച്ചടിക്കും. സാധാരണക്കാർ കൊല്ലപ്പെടും. ഹോസ്പിറ്റലുകൾക്കുള്ളിൽ തന്നെ ഓപ്പറേഷനുകൾ കമാൻഡ് കേന്ദ്രം സ്ഥാപിക്കും. അവിടേക്ക് IDF ഇരച്ചെത്തി സൈനിക നടപടികൾ തുടങ്ങും. രോഗികൾ ഉൾപ്പെടെ മരിക്കും. മനുഷ്യ ജീവനോളം വിലപ്പെട്ട മറ്റൊന്നുമില്ല. ഡെമോക്രസിയുടെ ക്രാഡിനൽ പ്രിൻസിപ്പിൾ ഇതുതന്നെയാണ്. ലോകത്തെ മുഴുവൻ ജനതയുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന ശാഠ്യം ഒരു രാഷ്ട്രത്തിനുമില്ല. സ്വന്തം പൗരന്മാരുടെ സേഫ്റ്റിയിൽ മാത്രമാണ് അമേരിക്കയും ഇന്ത്യയുടെ ഇസ്രയേലും എല്ലാം തന്നെ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ടാണ് 140 കോടി ജനങ്ങളുള്ള ഭാരതം യുദ്ധമേഖലയിൽ നിന്ന് സാഹസികമായി ഇന്ത്യയെ ഒഴിപ്പിച്ചു കൊണ്ടുവരുന്നത്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യ ഇറാന്റെ സഹായം വരെ തേടിയതും ഇതേ കാരണത്താലാണ്. കേവലം ഒരു വ്യക്തിയുടെ ജീവന് പോലും ആധുനിക പൗരസമൂഹം അത്രയധികം വില കൽപ്പിക്കുന്നു. ബദർ യുദ്ധത്തിൽ ശത്രുവിന്റെ വയർപ്പട പരാജയപ്പെടുത്തിയതും മദീനയിലെ ജൂത ഗോത്രങ്ങളെ മുച്ചൂടും വകവരുത്തിയതുമായ 6-ാം നൂറ്റാണ്ട് ചോരക്കളത്തിൽ നിന്ന് ആവേശം കോറി ഇസ്രയേലിനെ ചാമ്പലാക്കുമെന്നും വ്യാമോഹത്തിലാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും മൗദൂദികളും ഒക്കെ തന്നെ ജീവിക്കുന്നത്. സയൻസിനുള്ള നൊബേൽ സമ്മാനം മുഴുവൻ ചാക്കിൽ വാരിക്കെട്ടി കൊണ്ടുപോകുന്ന ജൂതന്മാരോട് മുട്ടാൻ പോയാൽ തട്ടിപ്പോകും, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുമെന്നുള്ള കോമൺ സെൻസ് ഈ ഭീകര കൂട്ടായ്മയ്ക്കില്ല. വെടിനിർത്തൽ കരാർ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ജൂത വിരോധമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലൈഫ് ലൈൻ. അധികം താമസിക്കാതെ ഹമാസ് വീണ്ടും ആക്രമിക്കും. വീണ്ടും യുദ്ധമുണ്ടാകും. ഹമാസ് ഇല്ലാതായാൽ മറ്റൊരു പേരിൽ വേറൊരു ഭീകര സംഘടന നിലവിൽ വരും. ഹൈന്ദവ പുരാണത്തിലെ ഭാരികാസുരനെ പോലെ തന്നെ നിലത്ത് വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ആയിരക്കണക്കിന് ഭീകരാസുരന്മാർ രൂപപ്പെടും.
കിതാബിൽ നിന്ന് പിറവിയെടുക്കുന്ന തീവ്രവാദത്തെ ഒരു ശക്തിക്കും ഉന്മൂലനം ചെയ്യാനാവില്ല. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രയേലാണ്. 1967 6 ദിന യുദ്ധത്തിൽ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത സിയാൻ പെൻസുല ക്യാമ്പ് ഡേവിഡ് കാർ ഒപ്പുവെച്ചത് ഇസ്രയേൽ തിരികെ നൽകി. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുമായി എബ്രഹാം ഉടമ്പടിയിലൂടെ അതിന് ശ്രമിക്കാതെ ഇത് ഇസ്രയേലാണ്. 1967 6 ദിന യുദ്ധത്തിൽ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത സിനായ് പെനിസുല ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പുവെച്ചത് ഇസ്രയേൽ തിരികെ നൽകി. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുമായി എബ്രഹാം ഉടമ്പടിയിലൂടെ തന്നെ സൗഹൃദ പാലത്തിന് ശ്രമിക്കുന്നതും ഇതേ ഇസ്രയേലാണ്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യ ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വൈരം ജൂതരോടുള്ള ഖുറാനിക്ക് പാകതയില്ലാത്ത തലമുറകളുടെ ഇന്നും പത്തി വിടർത്തിയാടുന്നു. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് ജൂതരെ തുടച്ചുമാറ്റിയ അതേ വെറുപ്പിന്റെ നേർ പിന്തുണക്കാരാണ് ഹമാസും ഹിസ്ബുള്ളയും എല്ലാം തന്നെ. അതേപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം AK-47 താഴെ വെക്കുന്ന ആ നിമിഷം തന്നെ പാലസ്തീൻ രാഷ്ട്രം ഉദയം ചെയ്യും. തട്ടിക്കൂട്ട് ചർച്ചകളും സന്ധികളും സംഭാഷണങ്ങളും ജനവിദ്വേഷത്തെ പ്രതിരോധിക്കുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.